നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം എത്തിയിരിക്കുന്നത് അടുത്ത മാസം 18-ാം തീയതിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്നാണ് ഭാദ്ര പൂർണിമ. നമ്മുടെ ഹിന്ദു കലണ്ടറിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് പൂർണിമ. ഏറ്റവും മഹത്വവും ഫലപുഷ്ടിയുമുള്ളതായിട്ടുള്ള ഒരു ദിവസമായിട്ട് ഈ പൂർണിമയെ കണക്കാക്കപ്പെടുന്നു. ഓരോ പൂർണിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയും പ്രാധാന്യമുണ്ട്. എന്നാൽ ഭദ്രപദ മാസത്തിലെ പൂർണിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനുള്ള കാരണം ഈ പൂർണിമ ദിവസമാണ് ശ്രാദ്ധപക്ഷം അഥവാ പിതൃപക്ഷം ആരംഭിക്കുന്നത്. ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും ഈ ദിവസം ഗണേശ ഉത്സവം അവസാനിക്കുകയും ശ്രാദ്ധപക്ഷം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഭാദ്രപൂർണിമയുടെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് നോക്കാം. ഈ പൂർണിമയിൽ ശരിക്കും സത്യനാരായണ ഭഗവാനെ ആരാധിക്കണമെന്നുള്ള ഒരു വ്യവസ്ഥയാണ്. ഏതൊരു ഭക്തനാണോ ഈ പൂർണിമ ദിവസം സത്യനാരായണ ഭഗവാനെ ആരാധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്, ആ ഭക്തന്റെ എല്ലാ പ്രയാസങ്ങളും മാറി അദ്ദേഹത്തിന് മുക്തി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിലെ പ്രശസ്തിയും സ്ഥാനവും കൈവരിക്കാനായിട്ട് സാധിക്കുന്നു. അവരുടെ വീട് സമ്പത്താൽ നിറഞ്ഞിരിക്കും. എല്ലാ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദാനമാണ് വിദ്യാദാനം. അതൊരിക്കലും ഒരു വ്യക്തിയെ അജ്ഞതയിലേക്കോ വിജയകരമല്ലാത്ത ഒരു ജീവിതത്തിലേക്കോ നയിക്കുകയില്ല. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിന് 3-ാമത്തെ അധ്യായത്തിൽ 40-ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹൽ. അതായത് ഭഗവാന്റെ തന്നെ സാഹിത്യ സംബന്ധ അവതാരമാണ് ഭാഗവതമെന്നും ഭഗവാന്റെ തന്നെ അവതാരമായ വേദവ്യാസനാൽ രചിക്കപ്പെട്ടതാണ് ഈ ഭാഗവതമെന്നും പറയപ്പെടുന്നു. അത് മാത്രമല്ല, ഈ പരിശുദ്ധ ഗ്രന്ഥം സർവ ലോക ക്ഷേമാർത്ഥം, അതായത് ക്ഷേമത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും സർവ ഐശ്വര്യപ്രദായകവും അത്യാനന്ദമയവും സർവശ്രേഷ്ഠവും സർവ വിജയപ്രദായകവുമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭദ്രമാസത്തിലെ പൗർണമി നാളിൽ ശ്രീമദ് ഭാഗവതത്തെ സ്വർണ്ണ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് സമാനമായി നൽകുകയാണെങ്കിൽ ആ വ്യക്തി പരമമായ ലക്ഷ്യസ്ഥാനത്ത്, അതീന്ദ്രിയ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് ഭാഗവതത്തിലെ 12-ാമത്തെ സ്കന്ധം ഭാഗവതം 13-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്ക് ഭാഗവതത്തെ ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും ആ പ്രത്യേക ദിനത്തിൽ, ആ മഹത്വമേറിയ ദിനത്തിൽ നമുക്ക് ഭാഗവതം നമുക്ക് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ചേർന്നിരുന്ന് വായിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഒരു സമ്മാനമായിട്ട് ഭാഗവതം നൽകാം. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിലൂടെ മേളിൽ പറഞ്ഞ ആ ഒരു ഫലം നമുക്കും നേടാം. എപ്രകാരമാണോ നദികളിൽ ഗംഗ ഏറ്റവും ശ്രേഷ്ഠമായത്, അതുപോലെ ദേവതകളിൽ അച്യുതൻ ഏറ്റവും ശ്രേഷ്ഠമായത്, അതുപോലെ തന്നെ വൈഷ്ണവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ശംഭുവായത് പോലെ ഏറ്റവും പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശ്രീമദ് ഭാഗവതമാണെന്ന് ഭാഗവതത്തിന്റെ 12-ാമത്തെ സ്കന്ധത്തില് 13-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ ശ്ലോകത്തില് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തില് 1-ാമത്തെ അധ്യായത്തില് 3-ാമത്തെ ശ്ലോകം ഇപ്രകാരം പറയുന്നു: നിഗമ കൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഹ. അതായത് ശ്രീമദ് ഭാഗവതം ശ്രേഷ്ഠ സാഹിത്യം അഥവാ എല്ലാ വേദ സാഹിത്യങ്ങളുടെയും പരമ പക്വഫലം എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെ കൽപ്പവൃക്ഷത്തിലെ പഴുത്ത പഴങ്ങൾ എന്നും ശ്രീമദ് ഭാഗവതത്തെ വിശേഷിപ്പിക്കുന്നു. വ്യാസന്റെ പുത്രനായിട്ടുള്ള ശുകദേവ ഗോസ്വാമിയുടെ അധരങ്ങളിൽ നിന്നാണ് ഈ ശ്രീമദ് ഭാഗവതം ഉത്ഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുക്താത്മാക്കൾ പോലെ അതുപോലെ എല്ലാവരും ഭാഗവതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. വേദാന്തങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും എല്ലാം രചിച്ചിട്ടും വേദവ്യാസൻ വളരെ
അതീവ ദുഃഖിതനായിട്ട് കാണപ്പെട്ടു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ആത്മീയ ആചാര്യനായിട്ടുള്ള ആത്മീയ ഗുരുവായിട്ടുള്ള നാരദ മഹർഷി അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുകയും അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ കാരണം മനസ്സിലാക്കുകയും ചെയ്തത്. അതായത് വേദത്തിലൂടെ എല്ലാം മനസ്സിലാക്കേണ്ട അറിയേണ്ട ഭഗവാനെ പറ്റിയും അദ്ദേഹത്തിന്റെ ലീലകളെ പറ്റിയും രചിക്കാത്തത് ആണ് എല്ലാ ദുഃഖത്തിന്റെയും കാരണമെന്ന് നാരദ മഹർഷി വേദവ്യാസനോട് പറയുകയും അദ്ദേഹത്തിന്റെ ലീലകൾ ഉൾപ്പെടുന്ന ശ്രീമദ് ഭാഗവതം രചിക്കാനായിട്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീമദ് ഭാഗവതം രചിച്ചതിന് ശേഷം അദ്ദേഹം അത്യന്തം ആഹ്ലാദം അനുഭവിക്കുകയും ചെയ്തു. ഇത് അമല പുരാണമാണ്, അതായത് ഒരു മാലിന്യവും ഒന്നും ഇല്ലാത്ത പുരാണമാണ് ശ്രീമദ് ഭാഗവതം. എല്ലാ പുരാണങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ള പുരാണം. ശ്രീമദ് ഭാഗവതത്തിന്റെ ആരംഭത്തിൽ തന്നെ വേദവ്യാസൻ പറയുന്നുണ്ട്, ആരാണോ ഭാഗവതം വളരെയധികം സമർപ്പണത്തോടും ഭക്തിയോടും കൂടി വായിക്കുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ഭക്തിപരമായ സേവനം ലഭിക്കുമെന്നും പത്മപുരാണത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഈ ശ്രീമദ് ഭാഗവതവും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന്. അതുപോലെ തന്നെ ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ വ്യത്യസ്തമായ സ്കന്ധത്തെ ഭഗവാന്റെ വിവിധ ശരീര ഭാഗങ്ങളോട് ഉപയോഗിച്ചിരിക്കുന്നു, താരതമ്യം ചെയ്തിരിക്കുന്നു. അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും സ്കന്ധത്തെ ഭഗവാന്റെ പാതാര ബിന്ദങ്ങളോട് താരതമ്യം ചെയ്തിരിക്കുന്നു. രണ്ടാമത്തേതും മൂന്നാമത്തേതും ഭഗവാന്റെ തുടകളോട് താരതമ്യം ചെയ്തിരിക്കുന്നു. അതുപോലെ അഞ്ചാമത്തെ സ്കന്ധത്തെ ഭഗവാന്റെ പുക്കിൽ കൊടിയോടും, ആറാമത്തെ സ്കന്ധത്തെ ഭഗവാന്റെ നെഞ്ചിനോടും, 7ഉം 8ഉം ഭഗവാന്റെ കൈകളോടും, 9ാമത്തേത് ഭഗവാന്റെ കണ്ഠങ്ങളോടും, 10ാമത്തേത് ഭഗവാന്റെ മുഖാര വിന്ദമായിട്ടും, അതുപോലെ 11 ഭഗവാന്റെ നെറ്റിത്തടമായിട്ടും, 12ാമത്തെ സ്കന്ധം ഭഗവാന്റെ ശിരസായിട്ടും കരുതപ്പെടുന്നു. ശ്രീമദ് ഭാഗവതമാണ് ശ്രീകൃഷ്ണനിൽ എത്തിച്ചേരുവാനുള്ള പരമമായ ഉപാധി. ഈ ഭൗതിക ലോകത്തിൽ നിന്നും തന്റെ പരമമായ വാസസ്ഥലമായ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകുന്നതിന് തൊട്ടു പുറകെയാണ് ശ്രീമദ് ഭാഗവതം ഉത്ഭവിക്കുന്നത്. ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ നിന്നും തിരികെ പോകുന്നു എന്നറിഞ്ഞ് വളരെ ദുഃഖിതനായ ഉദ്ധവരോട് ഭഗവാൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഉദ്ധവരെ അങ്ങ് വിഷമിക്കേണ്ട, ഞാൻ ഇതിനു ശേഷം ഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ കുടികൊള്ളും എന്ന്. അതുപോലെ തന്നെ ഒരു ജീവിത പാതയിൽ വഴി തെറ്റി നിൽക്കുന്നവർക്കും അജ്ഞതയുടെ ഇരുട്ടിൽ വീണ് കിടക്കുന്നവർക്കും വേണ്ട അറിവിന്റെ വെളിച്ചവും വഴികാട്ടിയുമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തെ സൂര്യനോട് താരതമ്യം ചെയ്യാം. സൂര്യൻ അതായത് ഇരുട്ട് മാറ്റിയിട്ട് പ്രകാശം നൽകുന്നത് പോലെ നമ്മളിലുള്ള അജ്ഞത മാറ്റിയിട്ട് നമുക്ക് വിജ്ഞാനം പകർന്നു തരുന്നത് ശ്രീമദ് ഭാഗവതം നമുക്ക് വിജ്ഞാനം പകർന്നു നൽകുന്നു. ശ്രീമദ് ഭാഗവതം വായിക്കുന്നതിലൂടെ എല്ലാ വേദങ്ങളുടെയും സാരാംശം ലഭിക്കുന്നു. അതുപോലെ തന്നെ പരമദിവ്യോത്തമ പുരുഷനോടും മറ്റ് ജീവജാലങ്ങളോടുമുള്ള ആ ദൈവിക സ്നേഹം വളർത്തിയെടുക്കാനും ജീവിതത്തിന്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാനും ശ്രീമദ് ഭാഗവതം നമ്മെ സഹായിക്കുന്നു. ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം എന്നത് ഭഗവത് പ്രാപ്തി നേടുക എന്നുള്ളതാണ്. എന്നാൽ നാം ഇത് സാധാരണ ജനങ്ങളോട് പറയുകയാണെങ്കിൽ അതൊക്കെ ഭാവിയിൽ നടക്കുന്ന കാര്യമല്ലേ, ഈ ഭൗതിക ലോകത്ത് എന്ത് നേടിയെടുക്കാൻ സാധിക്കും എന്ന് ചോദിക്കാം. എന്താണ് നമുക്ക് ഈ ഭൗതിക ലോകത്ത് ശ്രീമദ് ഭാഗവതത്തിലൂടെ നേടിയെടുക്കാം എന്നുള്ളതിനുള്ള ഉദാഹരണം ഭാഗവതത്തിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. നമുക്ക് അറിയാം, അതായത് കംസൻ 8ാമത്തെ പുത്രൻ, ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്നുള്ള അശരീരി കേട്ട് കഴിയുമ്പോൾ ദേവകിയുടെ മുടിക്കുത്തിന് പിടിക്കുകയും അവളെ കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വസുദേവരുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ആ കംസനോട് യുദ്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഒളിച്ചോടുകയോ ചെയ്യാം. എന്നാൽ വസുദേവർ ആ സാഹചര്യത്തെ, ആ പ്രതിസന്ധിയെ വളരെ ബുദ്ധിപരമായിട്ട് അതിജീവിക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികളും കുടുംബത്തിലും അതുപോലെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പല പ്രശ്നങ്ങളും നാം നേരിടും. അപ്പം ഒക്കെ നമുക്ക് ഈ ഉദാഹരണം ഭാഗവതം വായിക്കുന്നതിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികളെയൊക്കെ നേരിടാനായിട്ട് സാധിക്കും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ധ്രുവ മഹാരാജാവിന്റെ, അദ്ദേഹം ആ ഭക്തിയുടെ പാരമ്യതയിൽ എത്തിയതിനു ശേഷം തന്റെ സഹോദരനെ യക്ഷൻ കൊന്നു എന്ന് അറിഞ്ഞ് കോപാകുലനാകുകയും വളരെയധികം യക്ഷന്മാരെ വധിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ അവരോട് ഉള്ള കോപം ഇല്ലാതാകുകയും അവരെയൊക്കെ അവരുടെ തെറ്റിനെ ക്ഷമിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ ഈ ധൂമരാജാവിന്റെ കഥയിലൂടെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കോപമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷമിക്കാനും അതുപോലെ അവരെ സൗഹൃദത്തിൽ ജീവിക്കുവാനുമായിട്ടൊക്കെ സാധിക്കുന്നു. അതുപോലെ ഈ ഉദാഹരണത്തിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ നമുക്ക് സ്വയം മാറാനും നമ്മുടെ മനസ്സിന്റെ ശാന്തി എങ്ങനെ നേടാനും സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നാം സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പം സമൂഹ മര്യാദകൾ നമുക്ക് എന്തൊക്കെ പാലിക്കണമെന്ന് പോലും ശ്രീമദ് ഭാഗവത് വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എപ്രകാരം ഒരു വ്യക്തിയോട് പെരുമാറണമെന്നും, അതായത് കുട്ടികളോടും മുതിർന്നവരോടും സ്ത്രീകളോടും പുരുഷന്മാരോടും അതുപോലെ നിരീശ്വരവാദികളോടും വിശ്വാസികളോടും പരമേശ്വരനോടും എപ്രകാരമാണ് നാം പെരുമാറേണ്ടതെന്ന് നമുക്ക് ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം അമല പുരാണമാണ്. ഒരു മാലിന്യങ്ങളും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പം മുക്തി നേടിത്തരാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഈ ഭദ്രപൂർണിമ ദിവസത്തില് ഞാൻ എല്ലാവരോടും വളരെ വിനീതമായിട്ട് ഭാഗവതം നമുക്ക് സ്വന്തം വീട്ടിൽ വാങ്ങിക്കാം, അതുപോലെ തന്നെ വായിക്കാം ആ ദിവസത്തില് എല്ലാവരും ചേർന്ന്. അതുകൂടാതെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമുക്ക് സമ്മാനമായിട്ട് നൽകാം. അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യപ്രാപ്തി നമുക്ക് നേടിയെടുക്കാം. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ നിങ്ങൾ ഏവരും ഈ സെപ്റ്റംബർ 18 വരുന്ന ആ ദിവ്യ പുണ്യദിനമായിട്ടുള്ള ഭാദ്രപൂർണിമ ദിനത്തില് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഭാഗവതത്തിന്റെ സെറ്റ്, അതായത് 12 സ്കന്ധം 18 വോളിയമായിട്ടാണ് വരുന്നത്, അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. അഥവാ നിങ്ങളുടെ വീട്ടിൽ നേരത്തെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്കോ അതായത് സ്വന്തക്കാർക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഭാഗവതം സമ്മാനമായിട്ട് നൽകുവാനായിട്ട് ശ്രമിക്കുക. ഇത് ഈ ഒരു പ്രത്യേക ദിനം വരെ അതിന്റെ പ്രിന്റിംഗ് ചാർജ് മാത്രമേ എടുക്കുന്നുള്ളൂ. ചാർജായിട്ട് വളരെ കുറഞ്ഞ ചാർജാണ്. 18 വോളിയമാണ്, നമുക്ക് 18 വലിയ പുസ്തകങ്ങളാണ് ലഭിക്കുന്നത്. ഭാഗവതം വീട്ടിൽ വായിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് മൂലം പോലും നമുക്ക് വളരെയധികം ആത്മീയ പുരോഗതിയും നമ്മുടെ ജീവിതത്തിൽ നല്ല ഒത്തിരി വിജയവും നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കും. അപ്പം നാം വായിക്കാനൂടെ ശ്രമിക്കുകയാണെങ്കിൽ നാം നേരത്തെ കണ്ടതുപോലെ നമുക്ക് പല ഗുണങ്ങളും ഉണ്ടാകുന്നതാണ്. ഈ അവസരത്തെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്.